ഇക്കാലത്ത് സർക്കാർ ജോലി ലഭിക്കുക എന്നതിന് കഠിനാധ്വാനം മാത്രം പോരാ, അല്പം ഭാഗ്യവും വേണം. ഇത് രണ്ടും ഒത്തുവന്നിട്ടും ഇടുക്കി വെള്ളയാക്കുടി സ്വദേശി ലിൻഡോ തോമസിന് അത് നഷ്ടപ്പെട്ടു, ഈ ജോലി. ഇതിന് കാരണം എന്താണെന്നറിയാമോ? പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ അനാസ്ഥ. എനിക്ക് അപ്പനില്ല, അമ്മയില്ല, എനിക്ക് കണ്ണിന് പ്രശ്നമുണ്ട്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഈ കണ്ണാടി മാറേണ്ട സമയമായിട്ടുണ്ട്. ലിൻഡോ തോമസിന്റെ അച്ഛനും അമ്മയും ക്യാൻസർ രോഗബാധിതരായിരുന്നു. ഇരുവരും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇപ്പോൾ വാടക വീട്ടിലാണ് ലിൻഡോ താമസിക്കുന്നത്. പുളിന്താനത്തുള്ള സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുൾ ടൈം മിനിയൽ തസ്തികയിൽ ലിൻഡോയ്ക്ക് നിയമനം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ അത് നഷ്ടമായി. ഇതിന് കാരണം കട്ടപ്പന വെള്ളയാങ്കുടി പോസ്റ്റ് ഓഫീസിലെത്തിയ അഭിമുഖത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള രജിസ്ട്രേഡ് കത്ത് കിട്ടാൻ വൈകിയതാണ്. ഇവര് ലെറ്റർ തരാഞ്ഞുകൊണ്ടല്ലേ എനിക്ക് ജോലി നഷ്ടമായത്. ഇവര് സമയത്ത് ഉത്തരവാദിത്തത്തോടെ ലെറ്റർ തരുമായിരുന്നല്ലോ. പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ അനാസ്ഥയ്ക്കെതിരെ ലിൻഡോ മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും അടക്കം പരാതി നൽകിയിരുന്നു. എന്നാൽ ആരും ഇതിൽ ഇടപെട്ടില്ല. ഇതിനെ തുടർന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ലിൻഡോ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ SI ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ലിൻഡോ ഈ സമരം അവസാനിപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ജെയിനിസ് രാജു ചേരുന്നു. ജെയിൻ, എന്തെങ്കിലും ഒരു നിവൃത്തിയുണ്ടോ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ സമരം ഇരിക്കുന്നതിന് പിന്നിൽ? എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണം, അല്ലേ? കാരണം ഇത് എനിക്കും വ്യക്തിപരമായ അനുഭവമുള്ളതാണ്. അത് ജോലിയുടെ കാര്യത്തിലൊന്നും അല്ലെങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട രേഖ പോസ്റ്റിൽ വന്നിട്ട് നമ്മളെ ഫോണിൽ വിളിച്ച് പറയുകയാണ്, നിങ്ങളിത് വേണമെങ്കിൽ വന്ന് എടുത്തിട്ട് പോകണം കേട്ടോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അത് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരില്ലേ? ഇവിടെ ഇപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനമേ ഇല്ല എന്നാണ് പറഞ്ഞത്. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ ജെയിൻ. ലിൻഡോയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഈ പോസ്റ്റ് വുമൺ അവർ ഈ കത്ത് കൃത്യസമയത്ത് ഡെലിവറി ചെയ്യാത്തതിന് കാരണമായി പറയുന്നത് ഈ ലിൻഡോയുടെ മൊബൈൽ നമ്പർ അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ലിൻഡോയെ വിളിച്ച് പറയും, പോസ്റ്റ് ഓഫീസിൽ ഈ ലെറ്റർ വന്നിട്ടുണ്ട്, നിങ്ങൾ വന്ന് വാങ്ങിക്കൊണ്ട് പൊക്കോളാൻ പറയും. ഇതിപ്പോൾ ഈ വൈകിയാണെങ്കിലും ഇത് നൽകിയതും നേരിട്ടല്ല. ഈ പോസ്റ്റ് വുമണിന്റെ ഒരു ലേഡി സ്റ്റോർ അവിടെ ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്തുകൊള്ളാൻ പറയുകയാണ് ചെയ്തത്. അത് 10 ദിവസത്തിന് ശേഷമാണ് എന്നുള്ളതാണ്. ഒരു നിവൃത്തിയില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ്, ഭിന്നശേഷിക്കാരനാണ്. അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ചയ്ക്ക് തകരാറുണ്ട്. അച്ഛനും അമ്മയും ഇല്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ക്യാൻസർ രോഗികളായിരുന്ന അച്ഛനെയും അമ്മയും ചികിത്സിച്ച് കിടപ്പാടും വിറ്റ് ചികിത്സിച്ച ഒരാളാണ്. അപ്പോൾ അയാളുടെ ആകെ ഒരു പ്രതീക്ഷ ഇത്തരം ഒരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ലഭിക്കേണ്ട അല്ലെങ്കിൽ അത് വഴി ലഭിക്കുന്ന ഈ ജോലിയായിരുന്നു. ആ ജോലി ഒരു പക്ഷേ അയാളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രതീക്ഷ, ഏക പ്രതീക്ഷയായിരുന്നു അത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അയാൾ ജില്ലാ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പോസ്റ്റ് ഓഫീസിലെ അധികൃതർക്കും ഒക്കെ പരാതി നൽകുന്നു. പക്ഷെ അവരാരും അവരുടെ തെറ്റ് അംഗീകരിക്കുന്നുണ്ട്. പോസ്റ്റൽ അധികൃതർ അവരുടെ തെറ്റ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾക്കുണ്ടായ നഷ്ടം നികത്താനോ അതിനൊരു പരിഹാരം കാണാനോ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ ഈ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഇയാൾ കുത്തിയിരുന്നു. അല്പസമയത്തിനകം പോലീസ് അവിടെ എത്തി. പോലീസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ സമാധാനിപ്പിക്കാനായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് തന്നെ SI ഈ സ്കൂൾ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. സ്കൂളിൽ പുതിയതായി ഒരാളെ എടുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ജോലി ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇന്റർവ്യൂവിന് പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ പുതിയ ഒരാളെ പരിഗണിച്ചോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഒരു കാര്യമായിട്ടുള്ള അധികൃതരുടെ ഭാഗത്തുനിന്ന് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ ജോലി കിട്ടൂ.